ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പഞ്ചഗ്രന്ഥങ്ങളിലെ 2 പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഉൽപ്പത്തി പുസ്തകവും പുറപ്പാട് പുസ്തകവും. ഇനി നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിൽ 3-ാമത്തെ പുസ്തകമായ ലേവ്യ പുസ്തകമാണ്. 27 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരാളായിരുന്നു ലേവി എന്ന് നമുക്കറിയാം. ആ ഗോത്രമാണ് പിന്നെ പുരോഹിത ഗോത്രമായി യഹോവയായ ദൈവം തിരഞ്ഞെടുത്തത്. മോശയും അഹ്റോനും ഒക്കെ ആ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണല്ലോ. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വിശുദ്ധിയാണ്. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവായ ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എന്ന ആ ഒരു പ്രഖ്യാപനം പല പ്രാവശ്യം ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ വിശുദ്ധി പോലെ മനുഷ്യരും വിശുദ്ധരായിരിക്കുവാനുള്ള യഹോവയുടെ വലിയ ആഗ്രഹം, അതിനുള്ള ക്രമീകരണമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ആ വിശുദ്ധിയിലേക്കൊരു മനുഷ്യനെ നയിക്കുന്നത് ബലികളും യാഗങ്ങളും ആരാധനാ രീതികളുമാണ്. എന്നാൽ നമുക്കറിയാം, പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ആവശ്യപ്പെട്ട വിശുദ്ധി ഹൃദയത്തിൻ്റേതാണ്. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നാണ് നമ്മുടെ കർത്താവ് തൻ്റെ മഹത്തായ ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ടല്ലോ. ഈ ഗ്രന്ഥം ബാഹ്യമായ വിശുദ്ധിക്കാണ് പ്രാധാന്യം നൽകുന്നത്. രോഗം, അംഗവൈകല്യം, ശാരീരിക മാലിന്യം എന്നിവയെല്ലാം മനുഷ്യനെ അശുദ്ധനാക്കുന്നുവെന്ന ഒരു വലിയ ഒരു ചിന്തയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള നിയമം കൊടുക്കുന്ന പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യർ ഒരുമിച്ച് കൂടാരങ്ങളിൽ ഒരുമിച്ച് പാർക്കുന്ന ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ നിയമങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. മാരകമായ രോഗം അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ബാധിച്ചാൽ ഇത് മറ്റുള്ളവരിലേക്കും വളരെ വേഗം അത് വ്യാപിക്കുകയും ഇസ്രായേൽ ജനം മുഴുവൻ നശിച്ചു പോകുവാനത് കാരണമായിട്ട് തീരുകയും ചെയ്യും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയുള്ള ശാരീരികമായ വിശുദ്ധിയെ കൂടുതൽ ആവശ്യപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിൽ ശാരീരിക വിശുദ്ധി ഗവൺമെൻറ് വളരെ നിർബന്ധമായി പാലിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. ആളുകൾ തമ്മിലുള്ള അകൽച്ച, മാസ്കൊക്കെ ധരിച്ച് നമ്മൾ യാത്ര ചെയ്യുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്ത സാഹചര്യം നമ്മൾ ഓർക്കുക. അപ്രകാരം അവരവിടെ കൂടാരങ്ങളിൽ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ രോഗം വ്യാപകമാകാൻ ഏറെ സാധ്യതയുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണ്. അത് വിശുദ്ധമായ ആരോഗ്യത്തെ, ശരീരത്തെ ആരോഗ്യമായും വിശുദ്ധമായും കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ യാഗാനുഷ്ഠാനങ്ങളിൽ വരുന്നതായ വീഴ്ചകൾ അത് കുറ്റകരമാണെന്നാണ് ഇതിൽ പറയുന്നത്. പ്രധാനമായി ഈ വിശുദ്ധിക്ക് 5 യാഗങ്ങളാണ്. ബാഹ്യ ആന്തരിക വിശുദ്ധിയുമായി ബന്ധപ്പെട്ട 5 യാഗങ്ങളാണ് ഈ ലേവ്യ പുസ്തകം 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നത്. അതിൽ പാപയാഗം, അകൃത്യയാഗം, ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം. അതിൽ നിർബന്ധമായി നടത്തേണ്ട 2 യാഗങ്ങളാണുള്ളത്. പാപയാഗവും അകൃത്യയാഗവുമാണ്. ബാക്കി ഐച്ഛികമാണ്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്താൽ മതിയായിരുന്നു. ഈ 5 യാഗങ്ങളെക്കുറിച്ചാണ് 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ സ്വഭാവമാണ്. നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവ് ആണ് നമ്മളെ പരിശുദ്ധമാക്കി തീർക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധമാണ്. ആ ആത്മാവിനെ അശുദ്ധമാക്കുന്ന രീതിയിലുള്ള ചിന്തകളോ പ്രവൃത്തികളോ ഒന്നും നമ്മിലുണ്ടാകാൻ പാടില്ല.
യെശയ്യാ പ്രവചനം 6-ാം അധ്യായം നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്. ദേവാലയത്തിൽ നിൽക്കുന്ന യെശയ്യായ്ക്കുണ്ടായ വലിയ സ്വർഗീയ ദർശനം, സറാഫുകളിൽ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തട്ടഹസിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ യെശയ്യാ പറഞ്ഞു, തനിക്ക് സാധിക്കുന്നില്ല, കാരണം ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ സറാഫുകൾ ഒരുവൻ അഗ്നി കൊണ്ടുവന്ന് യെശയ്യായുടെ ആ ചുണ്ടനെ അവിടെ സ്പർശിക്കുകയും അദ്ദേഹം ശുദ്ധിയുള്ളവനായിട്ട് അവിടെ തീരുകയും ചെയ്യുന്ന അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ അശുദ്ധവും പാപമംഗലമായൊരു ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാജ്ഞ അഗ്നി നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മുടെ ആ അശുദ്ധിയെ ശുദ്ധമുള്ളതാക്കി തീർക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ശരീരത്തെ ആരോഗ്യപരമായി സംരക്ഷിക്കുന്നത് പോലെ തന്നെ ആത്മാവിനെയും നമ്മൾ ആരോഗ്യപരമായി സംരക്ഷിക്കണമെന്നുള്ളതാണ് ലേവ്യ പുസ്തകം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാപം നമുക്കറിയാം ആന്തരികമായ ഒരു രോഗമാണ്. ശരീരത്തിൽ നിന്ന് രോഗത്തെ നമ്മൾ അകറ്റുന്നത് പോലെ നമ്മുടെ മനസ്സുകളിൽ നിന്ന് പാപചിന്തകളെയും ആ പ്രവണതകളെയും നമ്മൾ ദൂരീകരിക്കണമെന്നുള്ള ആഹ്വാനം. പലപ്പോഴും പാപസ്വഭാവത്തെ മാനുഷിക ബലഹീനതയിലും സാഹചര്യ സമ്മർദ്ദം എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ലഘൂകരിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ സാഹചര്യ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തി നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ആ ആത്മാവിന് വിധേയമായി നമ്മൾ ജീവിക്കണമെന്ന് മാത്രം. ഈ പുസ്തകത്തിൽ പറയുന്നതായ ഈ രോഗങ്ങളും എല്ലാം പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് ആ പാപ സ്വഭാവത്തിൻ്റെ നിഴലായിട്ടാണ് നമ്മളത് കാണേണ്ടത്. ഇവിടെ പറയുന്നു, കുഷ്ഠരോഗമോ ത്വക്ക് രോഗമോ ഉള്ളവൻ, ഈ ലേവ്യപുസ്തകം നമ്മൾ ഇനി വായിക്കും, അവൻ സമൂഹത്തിൽ നിന്ന് പുറത്തു പോകണം. അവന് രോഗം ഭേദമായി എന്ന് പുരോഹിതൻ്റെ സാക്ഷ്യപത്രം ലഭിച്ചെങ്കിൽ മാത്രമേ പിന്നെ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ നിയമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പാപസ്വഭാവമുള്ള നമ്മൾ മറ്റു മനുഷ്യരോട് ചേർന്ന് വസിക്കുമ്പോൾ നമ്മിലെ പാപസ്വഭാവം അവരിലേക്കും വ്യാപിക്കാൻ സാധ്യതയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ മാറി നിൽക്കണം. പാപസ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിച്ച ശേഷം വീണ്ടും നമുക്ക് ആ സമൂഹത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം, ഇന്ന് ഈ പുസ്തകത്തിൽ പറയുന്ന യാഗങ്ങളും പെരുന്നാളുകളും എല്ലാം കർത്താവിൻ്റെ കാൽവറി യാഗത്തിൽ പൂർണ്ണമായി എന്ന എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവിടെ യാഗങ്ങളെക്കുറിച്ചും പെരുന്നാളുകളെക്കുറിച്ചുമാണ്. അപ്പം അതെല്ലാം പഴയ നിയമ യാഗങ്ങളും അതിൻ്റെ കർമ്മങ്ങളൊക്കെ കർത്താവിൻ്റെ കാൽവറി യാഗത്തോടുകൂടി അവിടെ സമാപിക്കുകയാണ് ചെയ്തത്. ഈ പുസ്തകത്തിൽ പറയുന്ന 7 യാഗങ്ങൾ, അതിൻ്റെ വിധികളുമെല്ലാം നമ്മുടെ കർത്താവിൻ്റെ തികവുള്ളതായ ജീവിതത്തെയും അവിടുത്തെ മരണത്തെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ യാഗങ്ങൾ 7 യാഗങ്ങളിൽ രക്തച്ചൊരിച്ചിലുള്ളതുണ്ട്, രക്തമയമില്ലാത്തതുണ്ട്, സമാധാനയാഗം പോലെയോ ഭോജനയാഗമൊക്കെ. അതിനൊന്നും രക്തച്ചൊരിച്ചിലില്ല. ഇത് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ ജീവിതവും അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ആ രക്തച്ചൊരിച്ചിൽ ഉള്ള യാഗം, കർത്താവിൻ്റെ കാൽവറി യാഗത്തെ കാണിക്കുമ്പോൾ രക്തരഹിതമായ ബലികൾ കർത്താവിൻ്റെ ശാന്തമായ ജീവിതത്തെയും പാപരഹിതമായ ജീവിതത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അനേക പ്രലോഭനങ്ങളിലൂടെ കർത്താവ് പോകേണ്ടി വന്നു എന്ന് നമുക്കറിയാം. അവിടെയൊക്കെ ദൈവവുമായുള്ളതിൻ്റെ പിതാവുമായുള്ള ബന്ധത്തിൽ അതിനെയൊക്കെ കർത്താവ് പ്രാർത്ഥനാപൂർവ്വം അതിജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഇനി ആമുഖമായി ഇത് പറഞ്ഞ് നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ ഹോമയാഗത്തെക്കുറിച്ചാണ്, അഥവാ ദഹനബലിയെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. അത് അർപ്പിക്കേണ്ട മനുഷ്യൻ അവനവൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കാലികളിൽ നിന്നോ ആടുമാടുകളിൽ നിന്നോ പക്ഷികളിൽ നിന്നോ അവർക്ക് അർപ്പിക്കാം. അവനവൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രം കൊണ്ടുവന്നാൽ മതി. പക്ഷെ ഒരു വ്യവസ്ഥയുള്ളത്, കൊണ്ടുവരുന്ന അത് എന്തായിരുന്നാലും കാലികളിലൊന്നായാലും ആടുകളിലൊന്നായാലും പക്ഷികളാണേലും അത് ഊനമില്ലാത്തതാകണം, എന്ന് പറഞ്ഞാൽ കുറവ് ഇല്ലാത്തതാകണം. ദൈവസന്നിധിയിൽ ദൈവം നമ്മുടെ പൂർണ്ണമായ സമർപ്പണമാണ് ദൈവം എപ്പോഴും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഭാഗികമായിട്ടുള്ളതല്ല എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യാഗമർപ്പിക്കുന്നവൻ ചെയ്യേണ്ട കാര്യം പറയുന്നതുകൊണ്ട് അവൻ ആ യാഗമൃഗത്തിന്മേൽ തൻ്റെ കൈ ആവശ്യിപ്പിച്ച് തൻ്റെ പാപത്തെ മുഴുവൻ അതിലേക്ക് ആവശ്യിപ്പിക്കുകയും ആ മൃഗത്തെ യാഗമായി അർപ്പിക്കുമ്പോൾ അവന് പാപപരിഹാരം ലഭിക്കുകയും ചെയ്യുന്നതായ ഒരു രീതി
അത് നമുക്കറിയാം, പുതിയ നിയമത്തിൽ യഥാർത്ഥ പാപമോചനത്തിൻ്റെ നിഴലായി പഴയ നിയമത്തിൽ അവിടെ സംഭവിക്കുകയാണ്. ഈ നമ്മുടെ കർത്താവ് ഈ തൻ്റെ ഐഹിക ജീവിതത്തിലും അല്ലെ കാൽവറിയിലെ യാഗത്തിലും തൻ്റെ പിതാവിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ചതാണ് ഈ ദഹനബലിയിലെ ഹോമയാഗം ഇവിടെ സൂചിപ്പിക്കുന്നത്. അവന് യാതൊരു കുറവുമില്ലാത്ത, ഊനമില്ലാത്ത കുഞ്ഞാട്. അതുകൊണ്ട് യേശുവിനെ കണ്ടപ്പോൾ സ്നാപകയോഹന്നാൻ പറഞ്ഞ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഊനമില്ലാത്ത കുഞ്ഞാട് എന്ന് പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് പൗലോസ്ലീഹായി നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, റോമർ 12:1 നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ എന്ന് നമുക്കറിയാം. നമ്മൾ ഇതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 17 വാക്യം നമ്മളൊക്കെ വായിക്കുന്നത്, യാഗമൃഗത്തെ കഷണങ്ങളാക്കണം, അത് യാഗപീഠത്തിന്മേൽ വെച്ച് അഗ്നി ആണ് അതിനെ പിന്നെ ദഹിപ്പിക്കുന്നത്. ഈ അഗ്നി പരിശുദ്ധാത്മാവിനെയാണ് പുതിയ നിയമത്തിൽ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ കഷണങ്ങളായി ആദ്യം മുറിക്കപ്പെടണം, ആന്തരികമായി മുറിക്കപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാകണം. എന്നിട്ട് അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിൽ നമ്മൾ ദഹനബലിയാകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് അത് സുഗന്ധധൂപം പോലെ ഉയർത്തപ്പെടുന്നതായൊരു അനുഭവം. അപ്പോൾ നമ്മളെ തന്നെ കഷണങ്ങളാക്കിയവൻ തക്കവണ്ണം മുറിക്കപ്പെടുവാൻ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ യാഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനും, പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാനും നമുക്കിടയാകട്ടെ. എല്ലാവരും 1-ാം അധ്യായം ലേവ്യപുസ്തകം 1-ാം അധ്യായം വായിക്കുക. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.